തിരുവനന്തപുരത്ത് ഒരു പ്രധാന ഗവേഷണ കേന്ദ്രമാണ് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ അതിലേക്ക് സർക്കാരിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഈ ജനപ്രതിനിധികളായ 2 MP വരാറുണ്ട്. ബാക്കിയുള്ളവരൊക്കെ സെക്രട്ടറി, ബാക്കിയുള്ള ഉദ്യോഗസ്ഥരൊക്കെയാണ്. അപ്പോൾ മുൻപ് BJP ഒരു പ്രതിനിധി പ്രതിപക്ഷത്ത് നിന്ന് ശശി തരൂർ വരുന്നു. ഇത്തവണ അത് മുസ്ലിം ലീഗിന് വേണമെന്ന് UDF ആവശ്യപ്പെടുകയും ET മുഹമ്മദ് ബഷീർ പത്രിക നൽകുകയും ചെയ്തു. അപ്പം അതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ ശശി തരൂരിനെ. അപ്പം BJP ഒന്ന് മാറിക്കൊടുത്തിട്ട് ശശി തരൂരിനെ ആ പദവിയിലേക്ക് എത്തിച്ചു. BJP ഒരു ചൂണ്ടയിട്ടതാണോ? അതോ BJP ശശി തരൂർ ഒത്തുകളിയെന്നാണോ സിനു പറയുന്നത്? അതെ, അല്ലെങ്കിൽ എന്തിനാ BJPക്ക് ഉറപ്പായിട്ടും കിട്ടേണ്ട ഒരു പദവിയിലേക്ക് ശശി തരൂരിനെ കൊടുക്കുന്നു? അപ്പം ഞാനതൊന്ന് നോക്കി. ഈ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇതാണല്ലോ SETMS, അങ്ങനെയാണ് ഇതിന് പറയുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പോലെയുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ അല്ല. പലരും ധരിക്കുന്ന കേരളത്തിൽ പിണറായി വിജയൻ നടത്തുന്ന സ്ഥാപനമാണെന്ന് കരുതാറുണ്ട്. അങ്ങനെയല്ല, കേന്ദ്ര സ്ഥാപനമാണ്. ഇതിൻ്റെ ഗവേണിംഗ് ബോഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ബോഡി എന്നാണ് പറയുന്നത്. അതിൽ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാതിനിധ്യമുണ്ട്. കോൺഗ്രസ്സിന് നേരത്തെ ശശി തരൂർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബോഡി മെമ്പറായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ്. ട്രിവാൻഡ്രത്തിരിക്കുന്നു. പിന്നെ അതുപോലെ BJP ആയിട്ട് BJP MP ആയിരുന്ന ഉമേഷ് ജി ജാദവ്, അദ്ദേഹമായിരുന്നു നിലവിലുണ്ടായിരുന്ന മെമ്പർ. അതിൻ്റെ കാലാവധി കഴിഞ്ഞു. കാലാവധി കഴിഞ്ഞ് പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സീറ്റ് കോൺഗ്രസ്സിനും ഒരു സീറ്റ് BJPക്കും. അങ്ങനെയാണ് ഇലക്ഷൻ വേണ്ട എന്ന് വെച്ചിട്ട് പരസ്പരം സംസാരിച്ചിട്ട് സമവായം ഉണ്ടാക്കി പോവുകയാണ് പതിവ്. ഇത്തവണ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ലീഗിന് ഇവിടെ ശ്രീ ചിത്രയിൽ ഒന്ന് കയറി ഭരണസമിതിയിൽ ഇരുന്നാൽ കൊള്ളാമെന്നൊരാഗ്രഹം. അവർ ET മുഹമ്മദ് ബഷീർ MPയുടെ പേര് നിർദ്ദേശിച്ചു. കോൺഗ്രസ്സുകാരോട് പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് മലബാർ മേഖലയിൽ നിന്ന് മലപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ ശ്രീ ചിത്രയിൽ ചികിത്സക്കായി വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അംഗത്വം വേണം. അതായത് CH സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സെൻറ്റർ കൂടെ ഉണ്ട് കോഴിക്കോട് കേന്ദ്രം. അതിൽ ഈ പറയുന്ന ETക്ക് ഒരു നിർണായക റോൾ. ഇവിടുന്ന് ആളുകളെ റെഫർ ചെയ്തൊക്കെ ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് പോകുമല്ലോ. അതുകൊണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിപ്പോൾ ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് കൂടുതൽ ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓരോ ജില്ലക്കാരും ഇങ്ങനെ അവകാശപ്പെടുന്നത് ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും UDF എന്ന നിലയ്ക്ക് കോൺഗ്രസിനോട് ഞങ്ങൾക്കൊരു സീറ്റ് വേണമെന്ന് ചോദിക്കുന്നതിന് ലീഗിന് അവകാശമുണ്ട്. കോൺഗ്രസ് സമ്മതിക്കുകയും ചെയ്തു. കോൺഗ്രസ് സമ്മതിച്ചപ്പോഴത്തേക്ക് ശശി തരൂർ എതിർത്തു. ശശി തരൂർ പറഞ്ഞു അത് ശരിയാവത്തില്ല, അവർ മലപ്പുറത്തുനിന്ന് വരുന്നു എന്നുള്ള പറയുന്നത് പോലെ തന്നെ ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലെ MP ആണ്. അതെ, എൻ്റെ മണ്ഡലത്തിലെ സ്ഥാപനമാണ്. പിന്നെ എൻ്റെ മണ്ഡലത്തിലെ ട്രിവാൻഡ്രത്തെ ഏറ്റവും വിഖ്യാതമായ സ്ഥാപനങ്ങളിലുള്ള ഒന്നാണ് ശ്രീചിത്ര. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗവേണിംഗ് ബോഡിയിൽ വേണ്ടേ എന്ന് പറഞ്ഞു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറും കൂടിയാണല്ലോ ശശി തരൂർ. ശശി തരൂർ അത് കോൺഗ്രസ് നേതൃത്വമായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ KC വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പായ കൊടിക്കുന്നിൽ സുരേഷിനോട് പറഞ്ഞത്രേ, എനിക്കറിയില്ല, പറഞ്ഞത്രേ ഒരു കാര്യം ചെയ്യും, BJP ലീഡർഷിപ്പുമായി പാർലമെൻറ്റിലെ BJPയുടെ ഇയാളുടെ ഈക്വലൻ്റ് സ്ഥാനത്തിരിക്കുന്ന ചീഫ് വിപ്പ് പോലെ ഇരിക്കുന്ന ആളുകളോടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായിട്ട് സംസാരിച്ചിട്ട് ഇതിലൊരു ധാരണയുണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ചർച്ച നടത്തിയിട്ട് ഇതുപോലെ തന്നെ ജാംനഗറിൽ ഒരു സ്ഥാപനമുണ്ട്. ജാംനഗറിൽ അതിൻ്റെ പേര് ആയുർവേദ യൂണിവേഴ്സിറ്റി, ഗുജറാത്തിലെ ജാംനഗറിലുള്ള ആയുർവേദ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതും കേന്ദ്രത്തിൻ്റെയാണ്. അവിടെയും ഓരോ പാർട്ടികൾക്കും ക്ലെയിമുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഒരു കാര്യം ചെയ്തു. കോൺഗ്രസ് ഞങ്ങൾക്ക് ജാംനഗറിൽ പ്രാതിനിധ്യം വേണ്ട, അതിന് പകരം ഇവിടെ ഒരെണ്ണം കൂടുതൽ തരൂ എന്ന് പറഞ്ഞ് ഒരെണ്ണം അഡീഷണൽ വാങ്ങിച്ചു. അങ്ങനെ അത് ശശി തരൂരിന് വേണ്ടി മേടിച്ചതാണോ ET മുഹമ്മദ് ബഷീറിന് വേണ്ടി മേടിച്ചതാണെന്ന് അറിയത്തില്ല. ഏതായാലും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അങ്ങനെ കോൺഗ്രസിന് 2 എണ്ണം വേണമെന്ന് പറഞ്ഞു. കോൺഗ്രസിന് 2 എണ്ണം വേണമെന്ന് കൊടിക്കുന്നിൽ ആവശ്യപ്പെട്ടു. ഗുജറാത്തിലെ ജാംനഗർ ആയുർവേദ യൂണിവേഴ്സിറ്റിയിലെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിന് വേണ്ടി കൊടിക്കുന്നിൽ സുരേഷ്, ചീഫ് വിപ്പായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് BJPയോട് സംസാരിച്ചിട്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസ്സിന് ശ്രീചിത്രയിൽ 1 അല്ല 2 എണ്ണം വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ 2 എണ്ണം മേടിച്ചെടുത്തിട്ട് അതൊന്ന് ET മുഹമ്മദ് ബഷീറിന് കൊടുത്തു. അതിനകത്ത് അവിടെ വ്യക്തമാകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2-3 പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. വ്യക്തമാകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനെന്ന് പറഞ്ഞിട്ടല്ലേ BJPയോട് വാങ്ങിച്ചത്. അതെ, എന്നിട്ട് കോൺഗ്രസ് അത് മറിച്ച് ലീഗിന് കൊടുക്കാമോ? അല്ല, കോൺഗ്രസ് ലീഗിന് കൊടുത്തില്ല. കാരണം ET മുഹമ്മദ് ബഷീർ ഓൾറെഡി അവിടെ നോമിനേഷൻ നൽകി. നോമിനേഷനല്ലേ കൊടുത്തുള്ളൂ. അതെ, നോമിനേഷൻ കൊടുത്തത് പിന്നെ ഇലക്ഷന് മത്സരിക്കാൻ നിയമനമായില്ല. ഇലക്ഷൻ വന്നാൽ അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ചർച്ച ചെയ്തു. ജാംനഗർ ആയുർവേദ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണ്ട. ആർക്ക് വേണ്ട? ഞങ്ങൾക്ക്, മീൻസ് കോൺഗ്രസ്സിന് വേണ്ട.
ഞങ്ങൾക്ക് അതും കൂടി ഇവിടെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിന് വേണ്ടി 2 ചോദിച്ചത് അല്ലേ? അതോ ബി ജെ പിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ലീഗിന് കൊടുക്കണം, അതിനുവേണ്ടി ലീഗിന് വേണ്ടി ഒരു സീറ്റ് ബി ജെ പി വിട്ടുതരണം എന്നാവശ്യപ്പെട്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഭരണപക്ഷത്തിന് 1 പ്രതിപക്ഷത്തിന് 1 ആണല്ലോ. അതെ, ആണല്ലോ. അപ്പോൾ കോൺഗ്രസ് കാണിച്ചത് ഒരു മര്യാദകളാണ്. കോൺഗ്രസിന് വന്ന് എന്ന പേരിൽ ഒരു സീറ്റ് മേടിച്ചെടുത്തിട്ട് അത് ലീഗിന് മറിച്ചു കൊടുത്തു. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലീഗിനൊരു സീറ്റ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരെണ്ണം താ എന്ന് ബി ജെ പിയോട് പറഞ്ഞിട്ട് മേടിച്ചു. അപ്പോൾ ലീഗിന് വേണ്ടി ഒരു സീറ്റ് കൊടുക്കാൻ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലീഗിന് ബി ജെ പി ഒരു സീറ്റ് കൊടുത്തു എന്ന് പറയണം. അതെ, ബി ജെ പിയുടെ സീറ്റ് ലീഗ് മേടിച്ചെടുത്തു. അപ്പോൾ എങ്ങനെ വന്നാലും ആര് മേടിച്ചെടുത്താലും ബി ജെ പിയുടെ ഔദാര്യം പറ്റിയിരിക്കുന്ന ആരാ? ഇ ടി മുഹമ്മദ് ബഷീറാണ്. നേരത്തെ സിനു പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. സിനു പറയുന്നത് ശശി തരൂരിനെ ചൂണ്ടയിട്ട് പിടിച്ചു എന്നുള്ളത്. അങ്ങനെയല്ല. ബി ജെ പിയുടെ ആനുകൂല്യം ആര് പറ്റി? ഇ ടി പറ്റി. ഇ ടി അല്ല പറ്റിയത്, ലീഗ് പറ്റി. അപ്പോൾ മുസ്ലിം ലീഗ് ഈ ബി ജെ പിയുമായിട്ട് മുസ്ലിം ലീഗ് ബി ജെ പിയുടെ ഔദാര്യം പറ്റി. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ ദേശീയ അധ്യക്ഷനാകാൻ ശ്രമിച്ചപ്പോൾ മുതൽ എതിർത്ത് നിന്നത് ശശി തരൂരാണ്. അന്ന് മുതൽ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന് അനഭിമതനാണ്. അപ്പോൾ ആ ശശി തരൂര് ഇടക്കാലത്ത് ലീഗ് കൊണ്ടു നടക്കുകയും ചെയ്തു. പിന്നീട് ലീഗ് അവരെ കൈവിട്ടു. അത് മറ്റേ ഹമാസ് തീവ്രവാദികളെന്നൊക്കെ കൈവിട്ടു. അങ്ങനെയാണെങ്കിൽ ശശി തരൂരിന് ഒരു ഔദാര്യം കിട്ടുവാണെങ്കിൽ, ഒരു അവകാശം കിട്ടുവാണെങ്കിൽ അതങ്ങ് വെട്ടാമെന്ന് ലീഗ് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വേണമെന്ന് ശക്തമായ ആവശ്യം. അങ്ങനെയാവാം. പക്ഷേ ശശി തരൂരിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ശശി തരൂരിന്റെ സീറ്റില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ പോരെ? ശശി തരൂരിന് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം കോൺഗ്രസിന്റെ മേളിലേക്ക് ലീഗ് കയറുന്നു അല്ല, അങ്ങനെ ഉണ്ട്. അത് മറ്റൊരു വിഷയം. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പിന്നെന്തിനാ കൊടിക്കുന്നിൽ സുരേഷിനെ ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയത്? ബി ജെ പി ആയിട്ട് കൊടിക്കുന്നിൽ സുരേഷ് ചർച്ചയ്ക്ക് പോയി എന്നുള്ളത് എല്ലാവരും കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് അഡ്മിറ്റ് ചെയ്തു, ഞാൻ ബി ജെ പി നേതൃത്വമായിട്ട് സംസാരിച്ചു, എന്നിട്ട് ഒരെണ്ണം ഞങ്ങൾക്ക് കൂടുതൽ വാങ്ങിച്ചു, ജാംനഗറിലെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് 2 മേടിച്ചേ. അതെ, മേടിച്ചിട്ട് മറിച്ചു വിറ്റു അല്ലേ? അതെ, മറിച്ചു വിറ്റു എന്ന് മാത്രമല്ല, ആര് കൊടുത്ത ഔദാരിയാണ്? ബി ജെ പി കൊടുത്ത്. ആർക്ക് കൊടുത്തതാണ്? UDF കോൺഗ്രസിന് കൊടുത്തു. അത് ലീഗ് മേടിച്ചു. അപ്പോൾ ആരുടെ ഔദാരിയാണ് ലീഗ് പറ്റിയിരിക്കുന്നത്? ബി ജെ പിയുടെ ഔദാര്യം ലീഗ് പറ്റിയെന്ന് പറയേണ്ടി വരും. അല്ലേ? ആണ്. ലീഗിന് ഒരിക്കലും നേരിട്ട് കിട്ടില്ലല്ലോ. കിട്ടില്ല. ലീഗ് ചോദിച്ചാൽ ബി ജെ പി കൊടുക്കുമോ? കൊടുക്കില്ല. അപ്പോൾ ലീഗ് എന്ത് ചെയ്തു? വളഞ്ഞ വഴിക്ക് കോൺഗ്രസ് വഴി ഔദാര്യം മേടിയെടുത്തു. വളഞ്ഞ വഴിക്കാണെങ്കിലും നേരിട്ട വഴിക്കാണെങ്കിലും ബി ജെ പിയുടെ ഒരു സീറ്റ് ലീഗ് മേടിച്ചെടുത്തു എന്നല്ലേ സത്യം? അതെ. അപ്പോൾ ബി ജെ പിയുടെ ഔദാര്യം കൈപ്പറ്റിയതാണ് ആരാണ്? മുസ്ലിം ലീഗാണ്. ആ ഔദാര്യം കിട്ടാൻ വേണ്ടി ആ ചർച്ചയ്ക്ക് ആരെ വിട്ടു? കൊടിക്കുന്നില്ലേ വിട്ടു. അപ്പോൾ ബി ജെ പിക്കാരനെ തൊട്ടുകൂടാത്തവരാണ്, ബി ജെ പിക്കാരനോട് മിണ്ടൂല, അവൻ്റെ കൂടെ ഇരിക്കത്തില്ല എന്ന് പറയുന്ന ലീഗ്, ഇ ടി മുഹമ്മദ് ബഷീർ ബി ജെ പിയുടെ ഔദാര്യം പറ്റിയിട്ട് അവിടെ കയറിയിരിക്കാൻ പോവാ, ശ്രീധരയിൽ പോയിരിക്കാൻ പോവാ. അതല്ലേ ശശി തരൂരിനെ ചൂണ്ടയിടാൻ നോക്കിയതാണോ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്. അതെ. അപ്പോൾ മുസ്ലിം ലീഗിലെ തന്നെ തീവ്ര നിലപാട് കാണിക്കുന്ന KM ഷാജി, ഇ ടി മുഹമ്മദ് ബഷീർ പോലെയുള്ള നേതാക്കൾ ആ ഇ ടി തന്നെ ചെന്ന് ബി ജെ പി അല്ലേ ഒരു അപ്പക്കഷ്ടം കിട്ടുവാണെങ്കിൽ ബി ജെ പിയുടെ, ഇവരുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ ബി ജെ പിയുടെ ഷൂ നക്കും, വേണ്ടി വന്ന കൊടിക്കുന്നിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഞങ്ങൾ മേടിച്ചെടുക്കും എന്നല്ലേ? അതെ. അപ്പോൾ ബി ജെ പിയുടെ ഔദാര്യം ലീഗ് പറ്റിയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. പറ്റി. അംഗീകരിക്കേണ്ടി വരും. ശശി തരൂരിന് തുറന്നു പറയാല്ല, ഞാനാണ് ആ സ്ഥലത്തെ എം പി. ശശി തരൂർ പറഞ്ഞു, ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ലീഗ് ഇ ടി മുഹമ്മദ് ബഷീറിന് സീറ്റ് കിട്ടുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ എൻ്റെ സീറ്റ് കളഞ്ഞിട്ട് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് എടുത്ത് വായിക്കേ. അപ്പോൾ അവിടെ കളി കിടന്ന് അവിടെയാ. അപ്പം അതാണ് ഞാൻ 2 പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത്. ശശി തരൂരിൻ്റെ പ്രശ്നം ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല, അത് വ്യാഖ്യാനങ്ങൾക്ക് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുക. പക്ഷേ ലീഗ്, ബി ജെ പിയുടെ, കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യം പറ്റിയോ ഇല്ലയോ? പറ്റിയെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ കോൺഗ്രസ് ബി ജെ പിയെ പറ്റിച്ചു, അവർക്കാണെന്ന് പറഞ്ഞു മേടിച്ചിട്ട് മറിച്ചു വിറ്റു. അതെ, അതിനാണ് സാധ്യത ഞാൻ കാണുന്നത്. അല്ല ബി ജെ പിക്കാണ്, ലീഗിനാണെന്ന് പറഞ്ഞാൽ ബി ജെ പി കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ CH സെന്ററിന്റെ ചുമതലയുള്ള ഇ ടി മുഹമ്മദ് ബഷീറിന് എന്തായാലും ഈ ഗവേണിംഗ് ബോർഡിൽ കയറിയേ പറ്റുമെന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി വളഞ്ഞ വഴിക്ക് കൊടിക്കുന്നിൽ സുരേഷ് വഴി ബി ജെ പിയുടെ കാല് പിടിച്ച് മേടിച്ചെടുത്തു. അത്രയേ ഉള്ളൂ. സിമ്പിൾ. ശ്രീചിത്രയിലെ ഒരു ഭരണസമിതിയിൽ പോസ്റ്റ് കിട്ടാൻ വേണ്ടി ബി ജെ പിയുടെ ഷൂ നക്കി ലീഗ്. സത്യമാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെ പൊളിറ്റിക്കൽ ആംഗിൾ കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ ലീഗിന് കിട്ടില്ല. അതെ, മുസ്ലിം ലീഗിന് കിട്ടില്ല. ആരാണ് ഷൂ നക്കിയത്? ഇ ടി മുഹമ്മദ് ബഷീർ ആണെന്ന് ഞാൻ പറയത്തില്ല. ഇ ടി മുഹമ്മദ് ബഷീർ പോയി കിട്ടുക. അത് കൊടിക്കുന്നിൽ സുരേഷ് നല്ല വൃത്തിയായിട്ട് ചെയ്തു. കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നുണ്ട്, ഞാൻ ബി ജെ പിയോട് ചർച്ച ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. ഒന്നെങ്കിൽ
അവരെന്ത് ചെയ്തു? ബി ജെ പിക്ക് വേണ്ടി കൊടിക്കുന്നിൽ നെഗോഷിയേറ്റ് ചെയ്തു. അതെ, ഇ ടി മുഹമ്മദ് ബഷീറിന് വേണ്ടിയിട്ട് ബി ജെ പിയുമായിട്ട് കൊടിക്കുന്നിൽ സുരേഷ് നെഗോഷിയേറ്റ് ചെയ്തു. ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത, കോൺഗ്രസിനാണെന്ന് പറഞ്ഞ് ബി ജെ പിയോടൊന്ന് മേടിച്ചിട്ട് ബി ജെ പിയെ ചതിച്ചു. അപ്പോൾ അത് മുസ്ലിം ലീഗിന് കൊടുത്തു, മുസ്ലിം ലീഗിന് വിറ്റു. അപ്പോൾ ബി ജെ പി ചതിക്കപ്പെട്ടു. ഇനി അതൊരു പ്രശ്നം. ഇതിലേത് പ്രശ്നം? ഇത് കേരളത്തിൽ അറിയാൻ താല്പര്യമുള്ള വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള പാർട്ടി ബി ജെ പി ആണ്, അല്ലേ? അതെ, ബി ജെ പി ആണ്. ബി ജെ പി എന്തിനാണ് ശ്രീചിത്ര പോലെ ഉള്ള ഒരു സ്ഥലത്ത് ബി ജെ പിയുടെ ഒരു അംഗത്തെ വേണ്ട എന്ന് വെച്ചിട്ട്, ജാംനഗർ ഗുജറാത്തിലാണ്, ബി ജെ പി എത്രയോ വർഷങ്ങളായിട്ട് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റാണ്. ആ ആശുപത്രിയിൽ എപ്പോഴും നിർണായക സ്വാധീനം കേന്ദ്രവും ബി ജെ പിയുടെ ആയതുകൊണ്ട് ബി ജെ പിക്ക് സ്വാധീനമുണ്ട്. അവിടെ ഒരാൾ കുറഞ്ഞാൽ കൂടി കിട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ബി ജെ പിക്കില്ല. അതേസമയം കേരളം പോലെയുള്ള വളരെ നിർണായകമായ ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരു അംഗം ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ലേ നല്ലത്? അതെ. ബി ജെ പി കേരളത്തിലെ ബി ജെ പിയോട് കാണിച്ചൊരു നെറികേടാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം. അങ്ങനെയാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ കേരളത്തിൽ എം പി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കർണാടകയിൽ നിന്ന് ഉമേഷ് ജാദവിനെ ആക്കിയത്. പക്ഷേ ഇത്തവണ എം പി ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. അല്ല, അത് പറയണ്ട. അതിനകത്ത് വേറൊരു വകുപ്പുണ്ട്. കേരളത്തിലെ 2 കേന്ദ്രമന്ത്രിമാർക്കും എക്സ് ഒഫീഷ്യോ ആയിട്ട് പങ്കെടുക്കാം. അങ്ങനെ പങ്കെടുക്കാം. ബി ജെ പിക്ക് മറ്റൊരു എം പിക്ക് കൊടുക്കാമായിരുന്നു. മറ്റൊരു എം പിക്ക് കൊടുക്കാമായിരുന്നു. അപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് സമീപിക്കാൻ, ഒരാവശ്യം വന്ന് സമീപിക്കാൻ 3 പേരുണ്ടാവുമായിരുന്നു. കേന്ദ്രമന്ത്രിമാർക്ക് കേന്ദ്രമന്ത്രിമാരുടെ പദവി എന്ന നിലയിൽ ഈ സ്ഥാപനത്തിൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കാം. അതായിരിക്കും ബി ജെ പി പറയാൻ പോകുന്ന ന്യായം. അതൊരു തൊടുന്യായമാണ്. അത് ഈ മീറ്റിംഗ് നടക്കുമ്പോൾ 2 മന്ത്രിമാർക്കും അവിടെ വേറെ എന്തെങ്കിലും ചുമതലയുണ്ടെങ്കിലോ? ഈ മന്ത്രിമാർക്ക് എന്തെല്ലാം ജോലികൾ വേറെയുണ്ട്. അതിനിടയ്ക്ക് ഇതിൻ്റെ കാര്യത്തിൽ നോക്കാൻ പറ്റുമോ? അപ്പോൾ കിട്ടുന്ന ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ കേരളത്തിലെ ബി ജെ പി ഉപയോഗപ്പെടുത്തിയില്ല. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയാണെന്ന് ഓർക്കണേ. അതെ, തിരുവനന്തപുരം ജില്ലയിൽ അതുകൊണ്ടാണ് ശശി തരൂർ പറഞ്ഞത്, എൻ്റെ മണ്ഡലമാണ്, ഇവിടുത്തെ സ്ഥാപനത്തിൽ ഞാൻ ഉണ്ടായിരിക്കണം നിർബന്ധമായും. ശശി തരൂർ ഷടിക്കുന്നത് ശശി തരൂരിൻ്റെ രാഷ്ട്രീയം അറിയാവുന്നതുകൊണ്ടാണ്. കാരണം ബി ജെ പിക്ക് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോർപ്പറേഷൻ ഭരണം കിട്ടാൻ സാധ്യതയുള്ള, അല്ലെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം. അതെ, അവിടെ ബി ജെ പിയുടെ ഒരു അംഗം ഉണ്ടാവേണ്ടതായിരുന്നു. അതെ, അത് ബി ജെ പി എന്തടിസ്ഥാനത്തിലാണ് വിട്ടുകൊടുത്തത്? ബി ജെ പി ചിലപ്പോൾ വിശദീകരിക്കേണ്ടി വരും. പാർട്ടി അംഗങ്ങൾ ചോദിച്ചാൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. ബി ജെ പി കാണിച്ചത്, ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ചർച്ചയ്ക്ക് വഴങ്ങി ഈ സീറ്റ് വിട്ടുകൊടുത്തത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ ഒരു വിശ്വാസത്തെ വല്ലാതെ ഉലയ്ക്കുന്നൊരു കാര്യമാണെന്ന് പറയാതെ തരവില്ല. രാഷ്ട്രീയമാണ്. ആർക്കാണ്? മുസ്ലിം ലീഗിന് കൊടുത്തു. അത് ഒരു അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. വളരെ തെറ്റായ രാഷ്ട്രീയം അറിയാതെയുള്ള നയമാണ്. കാരണം ഇവിടെ ഡൽഹി ചെല്ലുമ്പോൾ ഇവരൊക്കെ മച്ചാനുമാണെന്നതിന് തെളിവാണ്, അല്ലേ? അതെ. കൊടിക്കുന്നിൽ സുരേഷ് എന്ന് ആവശ്യപ്പെട്ടപ്പോഴേ ജാംനഗറിലേക്ക് ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ തന്നേക്കൂ എന്ന് പറയുന്നത് സമ്മതിക്കുന്ന ഒരു ബി ജെ പിയുടെ നിലപാട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ വികാരത്തെ മാനിക്കുന്നതല്ല എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരും. അതെ, ഏതായാലും ശരിയായില്ല. അതും ലീഗിന് വേണ്ടിയിട്ട് ഒരു സീറ്റ് ബി ജെ പി കൊടുത്തത് മര്യാദകേടാണ്. അപ്പോൾ ഇത് ചർച്ചയാകുമ്പോൾ പലരും മറുപടി പറയേണ്ടി വരും, അല്ലേ? ഉറപ്പായിട്ടും ലീഗും പറയണം, കോൺഗ്രസും പറയണം, ബി ജെ പിയും കൂടെ. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ഭരിച്ചാൽ മതി. ഏത്? ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ലീഗും കോൺഗ്രസും കൂടെ ശ്രീചിത്ര ഭരിക്കും. കേരളത്തിലെ ബി ജെ പിക്കാരൻ പെരുവഴിയിൽ നിൽക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.